ബി.ജെ.പിയുടെ അല്ല പട്ടികജാതി പരവർ സംഘടനയാണ്. പിന്നെ 2013-14-15 കാലഘട്ടത്തിൽ 9 വർഷക്കാലമായിട്ട് എസ് സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയും 2 ടൈമിലെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ ചുമതലകൾ RSSന്റെയും ബി.ജെ.പിയുടെയും. അതെ, എനിക്ക് 50 വയസ്സായി. 49ാമത്തെ വയസ്സിൽ സംഘടനയ്ക്ക് വേണ്ടി RSSന് വേണ്ടി ഞാൻ പ്രവർത്തിച്ച്, അതായത് 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ ബി.ജെ.പി കാരണം പെരുവഴിയിലായി. ബി.ജെ.പി കാരണം രാവിലെ വെച്ചിരിക്കുന്ന കഞ്ഞി പോലും കുടിക്കാതെ ഇന്നലെ ചർച്ച നടത്തി എനിക്ക് വേണ്ടി. ഞങ്ങൾ ചെന്നു അവിടെ 10-10:30 ആയപ്പോഴത്തേനും ഏറ്റുമാൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഞാനും ഒരു RSSന്റെ സാനു എന്ന് പറയുന്ന നേതാവ്, എൻ്റെ എതിർകക്ഷി രതീഷ്, ഞങ്ങളെ 4 പേരെ കൂടെ വിളിച്ചു ചേർത്തി ചർച്ച നടത്തി അതിൻ്റെ പരിഹാരം ഉണ്ടാക്കി. എനിക്ക് എടുക്കാൻ പൊങ്ങാത്ത 13 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആ രൂപ സമ്മതിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് അവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആമീനും പോലീസുകാരും ഒക്കെ വന്നിട്ട് എൻ്റെ വീട് ജപ്തി നടപടിയിലേക്ക് കടന്നു ഞങ്ങളെ പെരുവഴിയിലാക്കി. കിടപ്പാടമില്ല. വീട് പൂട്ടി ഇറങ്ങിപ്പോയി. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടത്തുള്ള ബി.ജെ.പി ഓഫീസിന് മുന്നിലാണ്. ഇവിടെ നമ്മുടെ പുതുപ്പള്ളി പരിയാരം ചക്കഞ്ചിറയിലുള്ള ഒരു കുടുംബത്തെ കോടതി ഉത്തരവ് പ്രകാരം ബ്ലേഡ് മാഫിയ മൂലം അവർ വഴിയാധാരമായിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലാവരും കൂടെ ഇവിടെ വന്ന് ധർണയിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളും ഇതെന്താ സംഭവമെന്നും ഇവരെ ഇറക്കി വിടാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കോട്ടയം നാഗമ്പടം SNDPയുടെ മുൻവശമാണ്. ഇതുവഴി അകത്തോട്ട് പോകുന്നിടത്താണ് ബി.ജെ.പിയുടെ ഓഫീസ്, ജില്ലാ ഓഫീസാണ്. അപ്പോൾ ഇതാണ് ദിലീപിൻ്റെ കുടുംബാംഗങ്ങൾ. അവരെല്ലാം കൂടെ ഇന്ന് വഴിയാധാരമായിരിക്കുകയാണ്. അപ്പോൾ അവർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ബി.ജെ.പിയുടെ ഓഫീസിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ദിലീപ് 1980 തൊട്ട് ബി.ജെ.പിയുടെ പ്രവർത്തകനാണ്. ബി.ജെ.പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം അവിടെ വളരാൻ ഒരുപാട് ത്യാഗം സഹിച്ച ആളാണ്. പക്ഷേ ഇന്ന് ബി.ജെ.പി കാരണം അദ്ദേഹം വഴിയാധാരമായിരിക്കുകയാണ്. അതും ബ്ലേഡ് മാഫിയാണ് ഇതിന് പിന്നിൽ. അധികാരികളും നീതി പാലിക്കുക. പട്ടികജാതിക്കാരന്റെ കിടപ്പാടം കൊള്ളയടിച്ചുകൊണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറിയും ബി.ജെ.പിയുടെ ജില്ലാ സെക്രട്ടറിയും RSSന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ പുറമ്പോക്കും പട്ടികജാതിക്കാരന്റെ വീടും സ്ഥലവും കൈക്കലാക്കിയ നേതൃത്വം മറുപടി പറയുക. ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം നീതി പാലിക്കുക. 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 ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നീതി പാലിക്കുക. ജനറൽ സെക്രട്ടറി നീതി പാലിക്കുക. പാവപ്പെട്ട പട്ടികജാതിന്റെ ഭൂമി തിരിച്ചു നൽകുക. പട്ടികജാതിക്കാരന്റെ ഭൂമി തിരിച്ചു നൽകുക. പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വീടും ഭൂമിയും തിരിച്ചു നൽകുക. പാവപ്പെട്ട പട്ടികജാതിക്കാരന്റെ വീടും ഭൂമിയും തിരിച്ചു നൽകുക. ദേശീയ നേതൃത്വം ബി.ജെ.പി നീതി പാലിക്കുക. ദേശീയ നേതൃത്വം ബി.ജെ.പി നീതി പാലിക്കുക. RSS നീതി പാലിക്കുക. RSSും നീതി പാലിക്കുക. ഈ കൊള്ളസംഘത്തെ ബി.ജെ.പിയിൽ നിന്നും പുറത്താക്കുക. ബ്ലേഡ് മാഫിയയും ഭൂമാഫിയയും ഈ ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും പുറത്താക്കുക. ബ്ലേഡ് മാഫിയയും ഭൂമാഫിയയും ബി.ജെ.പിയുടെ പ്രവർത്തനത്തിൽ നിന്നും പുറത്താക്കുക. ഈ ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം നീതി പാലിക്കുക. ബി.ജെ.പിയുടെ നേതൃത്വം നീതി പാലിക്കുക. ദിലീപ് പട്ടികജാതി പട്ടികജാതിക്കാരന്റെ കേരള ഹിന്ദു പരവൻ ആൻഡ് പരവ സർവീസുകളുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. ബി.ജെ.പിയുടെ അല്ല പട്ടികജാതി പരവർ സംഘടനയാണ്. പിന്നെ 2013-14-15 കാലഘട്ടത്തിൽ 9 വർഷക്കാലമായിട്ട് എസ് സി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയും 2 ടൈമിലെ ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ ചുമതലകൾ RSSന്റെയും ബി.ജെ.പിയുടെയും. അതെ, എനിക്ക് 50 വയസ്സായി. 49ാമത്തെ വയസ്സിൽ സംഘടനയ്ക്ക് വേണ്ടി RSSന് വേണ്ടി ഞാൻ പ്രവർത്തിച്ച്, അതായത് 40 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം നമ്മൾ ബി.ജെ.പി കാരണം പെരുവഴിയിലായി. ബി.ജെ.പി കാരണം രാവിലെ വെച്ചിരിക്കുന്ന കഞ്ഞി പോലും കുടിക്കാതെ ഇന്നലെ ചർച്ച നടത്തി എനിക്ക് വേണ്ടി. ഞങ്ങൾ ചെന്നു അവിടെ 10-10:30 ആയപ്പോഴത്തേനും ഏറ്റുമാൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ ഞാനും ഒരു RSSന്റെ സാനു എന്ന് പറയുന്ന നേതാവ്, എൻ്റെ എതിർകക്ഷി രതീഷ്, ഞങ്ങളെ 4 പേരെ കൂടെ വിളിച്ചു ചേർത്തി ചർച്ച നടത്തി അതിൻ്റെ പരിഹാരം ഉണ്ടാക്കി. എനിക്ക് എടുക്കാൻ പൊങ്ങാത്ത 13 ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് സമ്മതിച്ചു. ആ രൂപ സമ്മതിച്ചതിന് ശേഷം ഞങ്ങൾ ഇന്ന് അവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആമീനും പോലീസുകാരും ഒക്കെ വന്നിട്ട് എൻ്റെ
വീട് ജപ്തി നടപടിയിലേക്ക് കടന്നു ഞങ്ങളെ പെരുവഴിയിലാക്കി. കിടപ്പാടമില്ല. അവർ വീട് പൊട്ടിയോ അന്നേരം? വീട് പൂട്ടി ഇറങ്ങിപ്പോയി. അല്ല, കഴിഞ്ഞ ദിവസം ഇവർ വന്നപ്പോൾ താനത്തുനിന്ന പോലീസുകാരൊക്കെ ആയിട്ട് വന്നായിരുന്നു. അന്നേരം വേണ്ട അന്ന് ഞങ്ങൾ ആത്മഹത്യാ ഭീഷണി മുടക്കി നിൽക്കാന്ന് പറഞ്ഞ് തിരക്കകത്തെല്ലാം കയറി നിന്ന് ചാകാനായിട്ട് നിൽക്കാന്ന് പറയുമ്പോൾ അവരങ്ങ് പോയി, ഒഴിവായി പോയി. അന്നേരം സാവകാശം വല്ലതും തന്നായിരുന്നു? അന്നേരം ഒന്നും സാവകാശമില്ല. എന്നും കേസ് വെക്കുക, എന്നും കേസ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ BJP നേതൃത്വത്തിന് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, RSSന്റെ ഒക്കെ. അവർ ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കാം, നാളെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ച് ഒത്തുതീർപ്പുണ്ടാക്കിയതിന് ശേഷമാണ് വളരെ ആസൂത്രിതമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് പിന്നെ ഞാൻ ഈ 15-ാം തീയതി തൊട്ട് റിക്കവറിക്ക് വേണ്ടി നടക്കുക നടപടി. ആ നടപടി ചേട്ടാ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് വിളിക്കാം, നാളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ച് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് രാവിലെ തന്നെ റിക്കവറി ചെയ്ത് ഞങ്ങളെ പരിപാടിയിലാക്കി കഴിഞ്ഞു. എത്ര സെന്റ് അത് വീട്? 7 സെന്റും വീടും. ഇതന്നെ പൈസ ഇടപാടെന്ന് പറയുന്നത്? പൈസ ഇടപാടെന്ന് പറഞ്ഞാൽ 2013 എൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിന്, ഈ രതീഷ് എന്ന് പറഞ്ഞാൽ അന്ന് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്. അപ്പം ഞാനുമായിട്ട് പോകും. അന്ന് ഞാൻ ജില്ലയുടെ SC മോർച്ചയുടെ സെക്രട്ടറി. അപ്പം നല്ല ബന്ധമാണ്. അന്ന് നേരത്തെ BJPയുടെ സംഘപ്രവർത്തനമൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇവൻ ഈ ബ്ലേഡ് കൊടുക്കുന്നു, ഈ രതീഷ്. അപ്പം അന്ന് എൻ്റെ ഒരു സുഹൃത്തിന് 75,000 രൂപ, ഒരു സുഹൃത്തിന് വേറൊരാൾക്ക് 1,50,000 രൂപയും കൊടുത്തു. അപ്പോൾ അത് പലിശ കൊടുത്തിരുന്നിട്ട് കുറേ കാലമായിട്ട് പലിശ കൊടുക്കുന്ന മുതൽ വന്നപ്പോൾ നിരന്തരമായിട്ട് എൻ്റെ വീട്ടിൽ വന്നൊരു ഭീഷണി എല്ലാം മുഴക്കി. 2015 എൻ്റെ ഭാര്യയോടെ അപമര്യാദയായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. അതിന് ഞങ്ങൾ DYSPയിലും പട്ടികജാതി കമ്മീഷനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കേസൊക്കെ ദുർബലമാക്കിപ്പോയി. അതിൽ നിന്ന് വിളിക്കുകയോ കേസെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എന്നെ ഭീഷണിപ്പെടുത്തി എൻ്റെ സ്വത്ത്, ഈ 7 സെന്റും വീടും എഴുതി മേടിക്കുകയും കള്ള വാടക ചീട്ട് ഒപ്പിച്ചുകൊണ്ട് കേസ് നടത്തുകയും ചെയ്തു. ആ കേസ് 2018 എനിക്ക് അനുകൂലമായിട്ട് തള്ളിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ കൂടെ ആ രീതിയിലെല്ലാം മുന്നോട്ട് വന്നു. ആ സമയത്ത് രതീഷ് വീണ്ടും ഈ കേസ് റിക്കവർ ചെയ്തെടുത്ത് ഞങ്ങൾ അറിയുന്നില്ല. കേസിൻ്റെ എൻ്റെ അഡ്വക്കറ്റും കൂടി എന്നാൽ കേസെടുത്തിട്ടുണ്ടോ ഒന്നും ചെയ്യുന്നില്ല. അതിന് പിന്നെ ഈ 15-ാം തീയതി ഞങ്ങളെ ഇറക്കുക എന്ന് പറഞ്ഞ് പോലീസും ആമീനും കൂടെ വരുമ്പോഴാണ് ഈ കേസ് ഇട്ടത്. അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ, എൻ്റെ വൈഫ് ഒപ്പിട്ട് മേടിച്ചായിട്ട് അതിനകത്ത് രേഖകൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ സാറേ അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരു കയറി വന്നു. പിന്നെ എന്നാ ചെയ്യുന്നത്, ഞങ്ങളിതെല്ലാം സ്വത്തെല്ലാം പോകുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ആത്മഹത്യ അങ്ങനെയാണെന്ന് പറഞ്ഞ് ആ പാടെ തോളം കരച്ചിൽ നിലവിളി ആയിക്കഴിഞ്ഞ് അവരങ്ങ് പോവായിരുന്നു. പിന്നെ ആസൂത്രിതമായിട്ട് എൻ്റെ സ്വത്തും വീടും തട്ടിയെടുക്കുന്നതിന് തന്നെ ഈ നേതൃത്വം ആസൂത്രണം ചെയ്തു. ഇതും അത് തന്നെ പേര് കൂട്ടുന്നതിന് വളരെ ഇതായിട്ട് എന്നെ അവിടെ വിളിച്ചു വരുത്തി. എന്നാലും വിളിച്ചു വരുത്തി ഞങ്ങൾ 2-2.5 മണിക്കൂർ ഏറ്റുമാരാതെ ഓട്ടോ പൈസ ഇല്ലാണ്ട് വായ്പ മേടിച്ചിട്ട് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് ജപ്തിനോട് ഞാൻ ഇറക്കി വിട്ടു. ഞാൻ പെരുവഴിയിലായിപ്പോയി. ഇത്രയും കാലം BJP ആയിട്ട് പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് ഈ നേതൃത്വം. വീട് പൂട്ടി പോയിരിക്കും. വീട് പൂട്ടി പോയിരിക്കും. കോടതി വീട് പൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ എന്നാ ചെയ്യാൻ പറ്റും? കോടതിയുടെ ഉത്തരവ് പ്രകാരം വീട് പൂട്ടി. അപ്പൊ ഇതിന് പരിഹാരം അവരൊന്നും പറഞ്ഞൊന്നുമില്ല, പ്രവർത്തകരൊന്നും? ഒരാൾ പോലും നേതൃത്വം മിണ്ടുന്നില്ല. ഞാൻ ആ സമയത്ത് വിളിച്ചു, ഒത്തുതീർപ്പിന് സംസാരിച്ചോടെ, ഫോൺ എടുക്കുന്നില്ല. ചേട്ടാ എന്നെ പോലെയുണ്ട്, അവരും വിളിച്ചു, അമീനും അവരെല്ലാം വിളിച്ചു. നിങ്ങളുടെ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങളോടൊന്ന് പറ. ഫോൺ എടുക്കുന്നില്ല. എല്ലാം ഈ കള്ളത്തരത്തിനും കൊള്ളതായിരിക്കും കൂട്ടു നിൽക്കുന്ന നേതൃത്വമാണ്. ഇപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഭാര്യ, എൻ്റെ മോൻ പഠിക്കുകയാണ്. മോൻ +1 +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോലീസും ഇതെല്ലാം കൂടെ ബഹളം കൂടെ വന്നിട്ട് അവനെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി. ഒരു ദിവസം തല ഇറങ്ങി താഴെ പോയിട്ട് ഈ നടന്നിട്ട്. അപ്പം സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് പറഞ്ഞിരിക്കും. എല്ലാം കൊണ്ട് തകർത്തിരിക്കുക. ഞാൻ BJP പ്രവർത്തകനായതുകൊണ്ട് ആരുമില്ല കൂട്ട്. ഇത് മുഴുവൻ സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ പേരിൽ ഈ കൊള്ളക്കാർ ധനവാന്റെ കയ്യിലായിപ്പോയി. നമ്മുടെ വസ്തു എഴുതി മേടിച്ച രതീഷ് ജില്ലാ സെക്രട്ടറി ചിങ്ങവനത്ത് താമസിക്കുന്നു. രതീഷ് ഒരു ഇതുമില്ല. രതീഷ് ചെയ്യുന്ന ഞങ്ങളുടെ ഭാഗത്തോട്ട് വരുന്നില്ല. എന്നിട്ട് അതൊരു പവർ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുക സ്ഥലം. വിധിയെല്ലാം മേടിച്ചിരിക്കുന്ന രതീഷ് അത് പവർ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ട് അത് നടത്തിപ്പിന് വേണ്ടി അദ്ദേഹവും പോലീസും ആമീനും അത് ചർച്ചയ്ക്കും കാര്യത്തിനുമെല്ലാം ഇന്നലെ രതീഷ് വന്നിരിക്കും. അപ്പം പവർ പോയിന്റ് മേടിച്ചവരാണ് അങ്ങനെയാണ് വരേണ്ടത്. ഞാൻ കൈമാറ്റം ചെയ്തു, അവരാണ് വേണ്ടിയത്. പക്ഷേ ഇതിനെല്ലാം തലയ്ക്ക് നിൽക്കുന്ന രതീഷ് മറഞ്ഞു നിന്നുള്ള പരിപാടിയാണ്. ഇത് വിളിക്കൊന്നും ചെയ്തിട്ടില്ല, നമ്മളെ ഇറക്കിയിട്ട് വിളിക്കൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ വിളിച്ചത് രമ്യത പറഞ്ഞു 3 മാസത്തിന് ചേട്ടാ അവിടെ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. നമുക്കിപ്പം വേറെ പോകാനും വേറെ വഴിയൊന്നും സാറേ എങ്ങോട്ടും പോകാൻ നിവൃത്തിയില്ല. എന്നാ ചെയ്യാനായിട്ട് പറ്റും? ഞങ്ങൾ കാരണവന്മാരായിട്ട് തെങ്ങ് കയറി ഉണ്ടാക്കിയതാണ്. ഒരു ദിവസം തെങ്ങ് കയറിയിട്ട് പൊയ്യാൽ കൂട്ടി ഇട്ടിട്ട് കച്ചവടം നടത്തി വാങ്ങിച്ച, അല്ല വേറെ ഈ രതീഷ പോലെ കള്ളത്തരത്തിൽ പിടിച്ചു വാങ്ങിച്ചൊന്നും അല്ല. വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഭാഗം അത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇതിലുമായിട്ട് ഇനി ഉണ്ടാക്കാൻ പറ്റും. 50 വയസ്സായി, ഇനി ഉണ്ടാക്കാനും പറ്റിയാൽ എൻ്റെ കുഞ്ഞിനും എൻ്റെ വൈഫിനും ഒക്കെ ജീവിക്കണ്ടേ. എത്രയോ നേതൃത്വത്തോട് ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കണം. ആരുമില്ല, കൈ ഒഴിഞ്ഞു. നമ്മൾ പ്രവർത്തിച്ച് 50 വയസ്സാകുമ്പോൾ ഇതായിപ്പോയി.
അല്ല BJP-യുടെ മറ്റ് പ്രവർത്തകരൊന്നും ഇവിടുത്തെ ചുമതലയുള്ള ഒരു മറിഞ്ഞുകൊണ്ടെല്ലാം പറയാം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൊന്നും ഒന്നും സമക്ഷത്തില്ല. എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാണ്. അത് പട്ടികാധികാരനായതുകൊണ്ടാണ്. ഇത് സവർണന്റെ പാർട്ടിയാന്ന് പറയുന്നത് ശരിയാ. അതെ അതെ. ഇപ്പൊ ഇവിടെ ഓഫീസിൽ വന്ന് പറഞ്ഞിട്ട് ഓഫീസിന്റെ സന്തോഷത്തോട് പറഞ്ഞു, ഇവിടെ ഓഫീസ് സെക്രട്ടറി സന്തോഷത്തോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഇരിക്കാന്നല്ല, മുന്നോട്ട് ഇവിടെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വീടിന്റെ അവർ എല്ലാം പഠിച്ചു പറയാം, വഴിയിലോ ഇവിടെ എല്ലാം ഇട്ടിരിക്കും. മഴ പെയ്ത എല്ലാം നനയും, എല്ലാം പോകും. അവിടെ സർട്ടിഫിക്കറ്റുകളുണ്ട്. ഞങ്ങളുടെ ഈ ഡ്രസ് എന്ന് പറയുന്നത് ഇല്ല, എന്നാലും ഉള്ളത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ട്. ജില്ലാ ഓഫീസിലുണ്ട്. ജില്ലാ നേതൃത്വം അതിന്റെ സംസ്ഥാന നേതൃത്വം ഒക്കെ അറിയണം. അതെ അതെ. ചർച്ചയ്ക്ക് രതീഷ് വന്നിട്ട് ഇവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുക തലയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് അവൻ അവൻ കള്ളത്തരം കാണിച്ചു. അവൻ ആദ്യം പറഞ്ഞു ഞാൻ അവിടെ പൈസ കൊടുത്തു ഇവിടെ പൈസ കൊടുത്തു, കള്ളത്തരം തന്നെ പറഞ്ഞു. എൻ്റെ കള്ളത്തരത്തിലുള്ള ഒപ്പും വാടക ചീട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരൊറ്റ ഒപ്പേ ഉള്ളൂ, ഇന്ന് വരെ ഞാൻ അല്ലാതെ വേറെ രീതിയിൽ ഒപ്പിട്ടിട്ടില്ല. അവൻ ആ ഒപ്പ് പോലും കള്ളത്തരത്തിൽ ഒപ്പിട്ട് തന്നെത്താൻ ഒപ്പിട്ട് വെച്ചിരിക്കുക. ആ ഒപ്പ് പോലും തെറ്റാന്ന് പറഞ്ഞിട്ട് അതൊന്ന് മേടിച്ച് നോക്കാൻ പോലും ആ നേതൃത്വം തയ്യാറായില്ല. ഞാൻ പറഞ്ഞു എൻ്റെ SLC ബുക്കെ നോക്കി അറിയാം എൻ്റെ ഒപ്പ് എങ്ങനെയാണ്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഒരേ ഒപ്പ് ഇട്ടിട്ടുള്ളൂ. ആ തള്ള ഒപ്പ് പോലും അതൊന്ന് മേടിച്ചെന്നൊന്ന് പരിശോധിക്കാൻ പോലും അവർ തയ്യാറായില്ല. ഇവിടെ കിടക്കും മഴയാണല്ലോ, എങ്ങോട്ട് പോകാനായിട്ട് നമ്മളെ ഇറക്കി. ഇനിയിപ്പോൾ അവിടെ പോയി താമസിക്കുകയാണെങ്കിൽ അതിന് വേറെ കേസ് വരും. ഞങ്ങൾക്ക് ആശ്രയമൊന്നുമില്ല, ഇവിടെ ജീവിക്കാന്നുള്ളൂ. ഒരു തീരുമാനം ഉണ്ടാക്കണം. ഏതായാലും ഈ കള്ളന്മാരും കൊള്ളക്കാരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്. സവർണറുടെ പാർട്ടിയാണ് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ അവൻ തെളിയിച്ചത്, വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിരിക്കുകയാണ്. എത്ര വർഷം എൻ്റെ ഭർത്താവ് ഇതിന്റെ പുറകെ നടന്നു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങൾ പെരുവഴിയിൽ ഇറക്കിയില്ല. പെരുവഴിയിൽ ഇറക്കിയില്ല. എത്ര നേതൃത്വമുണ്ട് ഇവർക്ക്. ഇപ്പൊ എന്തുമാത്രം അവർക്ക് ഭരണവും അവർക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്നിട്ട് ഞങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടില്ലേ? അവർക്ക് ചർച്ചയ്ക്ക് വിളിക്കായിരുന്നല്ലോ. അല്ലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളെങ്കിലും ഒന്ന് നടപടിയിലെടുക്കാനെങ്കിലും അവർക്ക് പറയായിരുന്നല്ലോ ഇവനോട്, ഈ രതീഷ് എന്ന് പറയുന്ന ഇവനോട്. ഇവനെയൊക്കെയാണ് നേതൃസ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അത്രയും വിളിച്ച് പറഞ്ഞല്ലോ എന്നോർത്ത് ഇച്ചിരി ചോറ് വെച്ച് അത് കഴിക്കാൻ ഇടയാക്കിയിട്ടില്ല. എന്തായാലും അതും വലിച്ചുവാരിയാൻ മുറ്റത്തിട്ടിട്ടുണ്ട്. സർവ്വ സാധനങ്ങളും വലിച്ചുവാരി മുറ്റത്തൂടെ നിരത്തിയിട്ടിട്ടുണ്ട്. എപ്പൊ ചോദിച്ചാലും അവർ ചർച്ചയും നമുക്ക് കാര്യത്തിന് പരിഹാരം ഇടപെട്ടാണ് ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പകുതി മുക്കാലും സംസ്ഥാന ആൾക്കാരും കാലങ്ങളായിട്ട് 2015 തൊട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം ഈ വിഷയങ്ങൾ. അപ്പോൾ ഇവരെയാണ് സംരക്ഷിക്കുന്നത്. കാര്യം ആ ഒരു ഇതുണ്ടല്ലോ, നിലപാടുകൾ, സാമ്പത്തികത്തിൻ്റെ ഒരു കടന്നുകയറ്റമുണ്ട്. അപ്പോൾ അവരെ മതി. അഗർവാൾ വീട്ടിൽ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞ ഇലക്ഷന്റെ പുറകെ വീട്ടിൽ വന്ന് വീട്ടിലില്ലാതെ ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ നിൽക്കുക. ആ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഇന്നലെ ഈ പണി കാണിക്കുന്നത്. ഇന്ന് ജപ്തി നടപടി ദിലീപിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഏത് ദിലീപാണ് എന്നോട് ചോദിക്കുക, ഏത് ദിലീപാ? അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് അത്ര സമയം സംസാരിച്ച 2 മണിക്കൂറോളം. അവൻ ചോദിക്കുന്നത് ഏത് ദിലീപാ? ഞാൻ പറഞ്ഞു ഒറ്റ ദിവസം 50 വർഷമായിട്ട് എന്നെ കാണുന്നത്. ഇന്നലെ ഒരു വിഷയം ചർച്ച ചെയ്ത് വീട്ടിൽ വന്നു, ചേട്ടാ അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചോദിക്കുക ഏത് ദിലീപാ? 1.5 ചോദ്യം. എല്ലാം മറന്നുപോയി. നേതാക്കൾക്ക് ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളെ വേണം. മതി. ഇത് ഇലക്ഷൻ്റെ സമയത്ത് ദിലീപിൻ്റെ വീട്ടിലെത്തിയ കേന്ദ്ര നേതാക്കന്മാരാണ്. മുരളീധരനെ, അതുപോലെ കേന്ദ്ര മന്ത്രിമാരെ, അതുപോലെ നമ്മുടെ ജോർജ് കുര്യനടക്കം എല്ലാവരും ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേന് ദിലീപിൻ്റെ വീട്ടിൽ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി BJPയുടെ നേതാക്കന്മാരാണ് ഇലക്ഷൻ്റെ സമയത്ത് ദിലീപിൻ്റെ വീട്ടിലെത്തുന്നത്. അപ്പം ദിലീപും കുടുംബവും വഴിയാധാരമായിട്ട് ഒരു നേതാക്കന്മാർ പോലും എന്താ സംഭവം എന്ന് പോലും വിളിച്ചു ചോദിക്കാൻ തയ്യാറാകുന്നില്ല. ആരും ഒട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. BJPയുടെ ഓഫീസിൽ ഇവരിയ്ക്കുകയാണ്. കണ്ടോ, നേതാക്കന്മാരുടെ പട തന്നെയുണ്ട്. ഇലക്ഷൻ്റെ സമയത്ത് ദിലീപിൻ്റെ വീട്ടിൽ വന്നവരാ. ദിലീപാണെങ്കിൽ പല മീറ്റിങ്ങുകളിലെല്ലാം ഇവരുടെ ഒപ്പം ഉണ്ട് താനും. എല്ലാ മീറ്റിങ്ങിലും BJPയുടെ മീറ്റിങ്ങിലെല്ലാം ദിലീപും ഉണ്ട്. ദേശീയ നേതാക്കന്മാരെല്ലാം ഉണ്ട്. കോട്ടയത്ത് മന്ത്രി അടക്കം എല്ലാവരും ഇപ്പം ഉണ്ട് BJPയുടെ. എന്നിട്ട് പോലും ദിലീപിനും കുടുംബത്തിനും ഈ അവസ്ഥ. ഫോണൊക്കെ ബില്ല് വിളിക്കാൻ പണിയാണ്.
എവിടുന്ന് വരുന്നത്? ഇനിയൊക്കെ ആദ്യം കാണുമോ? വസ്തു മേടിച്ചോലാന്നും പറഞ്ഞ് വരുന്നതാ. ഇതൊക്കെ എവിടുന്നാന്ന് ഓർത്ത് നോക്കി വരുന്നത്. വസ്തു മേടിച്ചോ വൺ സൈഡ് കിടക്കുന്നതായിരിക്കും. ഇതൊക്കെ എല്ലാവരും നിവർത്തിയുള്ളതായിരിക്കും. പിന്നെ ക്രാക്ക് ഇടുത്തിയ പോലെ അവന്റെ തലകൊണ്ട് പോകും. വേറെ കുഴപ്പമൊന്നും അമ്മയും മക്കളും മക്കളും വെമ്പർമൂത്തിയും ഒക്കെ ഉള്ളവനാണെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് കത്തിക്കോളും. നമുക്ക് ഓരോ വഴിയാകുമ്പോഴത്തേനും എന്റെ വീട്ടിലാണ് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇതിനകത്തിലാവും. എന്റെ വൈഫിന്റെ പിന്നെ അതിനെ കോടതിക്ക് അവധിയില്ലേ? നക്കാപ്പിച്ചക്കാരന്റെ കൈയിട്ട് വാങ്ങില്ല. ശിക്ഷക്കത്തിനകത്ത് കൈയിട്ട് വാങ്ങില്ല. പട്ടിക ജാതിക്കാരൻ ഇവിടെ ജീവിക്കണ്ടേ? അതിന് സാറെ ചോദിക്കുന്ന പട്ടികാധികാരൻ ഇവിടെ ജീവിക്കണ്ടേ? അതിനറിയാൻ മേലത്തെ കോടതിക്ക് അറിയാൻ മേലത്തെ എന്റെ അഡ്വക്കറ്റ് പോലും അവന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ട് എന്നെ പരാജയപ്പെടുത്തി. 2018 എനിക്ക് അനുകൂലമായിട്ട് കേസ് തള്ളിപ്പോയി. കോവിഡ് കാലത്ത് അവന് 6 മാസം ഞാൻ പറയുന്നത് കേക്കട്ടെ സാറേ, 6 മാസക്കാലം അവനോട് നിശബ്ദമായിട്ട് കേസ് പൊക്കിയെടുത്തു. എന്റെ അഡ്വക്കറ്റിന്റെ കയ്യെടുത്തു. ഒരു കാര്യം അറിയുന്നില്ല. നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ ഞാൻ അറിയുന്നത്? ഒരു പേപ്പറിൽ കോടതി എനിക്ക് തരണ്ടേ? കേസ് നടത്തുന്നത് പൊക്കിയെടുത്ത് കേസ് നടത്തുന്നുണ്ട്. ഇന്നപോലെ വിധിയായി എന്നെ EP ഏതാണ്ടെല്ലാം പറഞ്ഞു ചെയ്യണ്ടേ? കള്ളത്തരമല്ല സാറേ കാണിക്കുന്നത്. അതിനെ ഇവർക്ക് നേരെ കള്ളത്തിൽ നിൽക്കരുത്. ഇവിടുത്തെ കോടതി ഇവിടുത്തെ ഭൂഷാസ്വത്തും ഇവിടുത്തെ കൊള്ള സംഘത്തിനോട് നിൽക്കരുത് എനിക്ക് പറയാനുള്ളൂ. സാധാരണക്കാരനാണ് നിയമം. സാധാരണക്കാരനാ, കാശുള്ളതിന്റെ കൂടെ നിൽക്കരുത്. ആര് നിൽക്കുന്ന പറയുന്ന ആര് നിൽക്കുന്ന എന്റെ ഒരു ദിലീപ്. ഇവർക്ക് ഇത് തെരുവെടുത്താനുള്ള സാഹചര്യം പാർട്ടി പറഞ്ഞാൽ അവിടെ നിൽക്കുമല്ലോ, കോടതി ഓർഡറാ. പക്ഷെ പാർട്ടി പറഞ്ഞാൽ നിൽക്കുമല്ലോ. അവൻ ഇന്നലെ സമ്മതിച്ചു. അല്ല, ഒരു അപേക്ഷ കൊടുത്താൽ മതിയല്ലോ. ഇന്നലെ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ചർച്ച നടത്തി. ഞങ്ങളുടെ കാര്യങ്ങൾ രമ്യമായി 3 മാസത്തെ പരിഹാരം തന്നെന്ന് പറഞ്ഞു ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നലെ അതൊന്നും അല്ല. പിന്നെ കോടതിക്ക് തന്നെ ഇത്ര ഏത് പാർട്ടി അല്ല വിധി ഉണ്ടാക്കിയത് രതീഷ. എന്നിട്ട് പവർ പദ്ധതി വേറൊരാളെ കൊടുത്തേച്ച് അവരെ കൊണ്ട് കള്ളത്തമുണ്ടോ സാറേ? കോടതിയോട് ഞാൻ ചോദിക്കാം, അതിനകത്ത് കള്ളത്തമുണ്ടോ? അത് കോടതിയോട് ഞാൻ പറയും. ഈ പറയുന്ന എനിക്ക് എന്റെ വീട്ടിലാണ് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഇതിനകത്തിലാവും. എന്റെ വൈഫിന്റെ പിന്നെ അതിനെ കോടതിക്ക് അവധിയില്ലേ? നക്കാപ്പിച്ചക്കാരന്റെ കൈയിട്ട് വാങ്ങില്ല. ശിക്ഷക്കത്തിനകത്ത് കൈയിട്ട് വാങ്ങില്ല. പട്ടിക ജാതിക്കാരൻ ഇവിടെ ജീവിക്കണ്ടേ? അതിന് സാറെ ചോദിക്കുന്ന പട്ടികാധികാരൻ ഇവിടെ ജീവിക്കണ്ടേ? അതിനറിയാൻ മേലത്തെ കോടതിക്ക് അറിയാൻ മേലത്തെ കോടതി പിന്നെ എന്റെ അഡ്വക്കറ്റ് പോലും അവന്റെ നക്കാപ്പിച്ച മേടിച്ചിട്ട് എന്നെ പരാജയപ്പെടുത്തി. 2018 എനിക്ക് അനുകൂലമായിട്ട് കേസ് തള്ളിപ്പോയി. കോവിഡ് കാലത്ത് അവന് 6 മാസം ഞാൻ പറയുന്നത് കേക്കട്ടെ സാറേ, 6 മാസക്കാലം അവനോട് നിശബ്ദമായിട്ട് കേസ് പൊക്കിയെടുത്തു. എന്റെ അഡ്വക്കറ്റിന്റെ കയ്യെടുത്തു. ഒരു കാര്യം അറിയുന്നില്ല. നിങ്ങൾക്ക് ഒഴിപ്പിക്കാൻ പറ്റുമോ ഞാൻ അറിയുന്നത്? ഒരു പേപ്പറിൽ കോടതി എനിക്ക് തരണ്ടേ? കേസ് നടത്തുന്നത് പൊക്കിയെടുത്ത് കേസ് നടത്തുന്നുണ്ട്. ഇന്നപോലെ വിധിയായി എന്നെ EP ഏതാണ്ടെല്ലാം പറഞ്ഞു ചെയ്യണ്ടേ? കള്ളത്തരമല്ല സാറേ കാണിക്കുന്നത്. അതിനെ ഇവർക്ക് നേരെ കള്ളത്തിൽ നിൽക്കരുത്. ഇവിടുത്തെ കോടതി ഇവിടുത്തെ ഭൂഷാസ്വത്തും ഇവിടുത്തെ
ഉള്ള സംഘത്തിനോട് നിൽക്കരുത് എനിക്ക് പറയുള്ളൂ. സാധാരണക്കാരനാണ് നിയമം. സാധാരണക്കാരനാ, കാശുള്ളതിന്റെ കൂടെ നിൽക്കരുത്. ആര് നിൽക്കുന്നെന്നാ പറയുന്നത്? എന്നാ ആര് നിൽക്കുന്നെന്നാ? ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പേര് എന്റെ പേര് ദിലീപ്. ഇവർക്ക് ഇത് തെരുവെടുത്താനുള്ള സാഹചര്യം അല്ലെങ്കിൽ മരണ ഇല്ല, അത് പറഞ്ഞ കാര്യമില്ല. ദിലീപ്